നിതിൻ ബബിൻ എന്ന ചെറുപ്പക്കാരൻ 45 വയസ്സുകാരൻ കേന്ദ്ര ബി ജെ പിയുടെ ദേശീയ ഭാരവാഹി ആയതിനു ശേഷം ബി ജെ പിയിൽ പുനഃസംഘടനയുടെ ആവശ്യമുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വന്നത്. പശ്ചിമ ബംഗാളിലും കേരളത്തിലും പുതുച്ചേരിയിലും ഹിമാചൽ പ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ തിരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അതിലേക്ക് പോയി. എന്നാൽ 2027 ഉത്തർപ്രദേശിലും പഞ്ചാബിലും തിരഞ്ഞെടുപ്പ് വരികയാണ്. പഞ്ചാബിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയെ പിളർത്തിയിട്ടുണ്ട്. അവിടെ രാഘവ് ചദ്ദയെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബി ജെ പിയിൽ വലിയ ഓപ്പറേഷൻ താമരയാണ്, അമൃത്സറാണ് അവിടെ നടത്തുന്നത് പഞ്ചാബിൽ. ഇതിലാണ് മറ്റൊരു അഭ്യൂഹം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭ ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കും. അങ്ങനെ പുനഃസംഘടിപ്പിക്കുമ്പോൾ കേരളത്തിന് ഇനി പ്രാതിനിധ്യം കിട്ടുമോ? പ്രത്യേകിച്ച് മന്ത്രിയല്ലാതെ നിൽക്കുന്ന അൽഫോൺസ് കണ്ണന്താനമുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേരിങ്ങനെ പലവട്ടവും കേന്ദ്രമന്ത്രിസഭയിലേക്ക് പറഞ്ഞു കേട്ടതാണ്. ഇനി ശോഭാ സുരേന്ദ്രന് സാധ്യതയുണ്ടോ? അതോ വി മുരളീധരൻ ജയിച്ചാലും തോറ്റാലും അദ്ദേഹം ഇവിടെ എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് ഇനി സാധ്യതയുണ്ടോ? അതോ വേറെ ആർക്കെങ്കിലും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യതയുണ്ടോ? കുമ്മനം രാജശേഖരൻ അടക്കമുണ്ട്. അതേ സമയം തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാമലയ്ക്ക് വലിയ സാധ്യതയാണ് കൽപ്പിച്ചിരുന്നത്. അണ്ണാമലയെ തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയാക്കും എന്നൊക്കെ കേട്ടിരുന്നു. അമിത്ഷായുടെ കൂടെ കൊണ്ടുപോകുമെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതോ ഇനി സംഘടനാ രംഗത്ത് ഇതിനിടയിൽ മറ്റൊരു വാർത്ത വന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് അണ്ണാമലയെ കൊണ്ടുപോകുന്നൊരു വാർത്ത സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ബി ജെ പിയുടെ തലപ്പത്തും പ്രധാനപ്പെട്ട മീൻസ് പ്രധാന ആൾ വന്നു, നിതിൻ ബബിനുണ്ട്. ബാക്കിയുള്ള കമ്മിറ്റികളിലും അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിലും വലിയ അഴിച്ചുപണിക്ക് ബി ജെ പി ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ഇനി അബ്ദുള്ളക്കുട്ടിക്ക് സാധ്യതയുണ്ടോ? അബ്ദുള്ളക്കുട്ടി നിൽക്കുന്നു. അനിൽ ആൻ്റണിയുണ്ട്. ഒത്തിരി പേരുണ്ട് അതിനകത്ത്. കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി ആളുകളുണ്ട്. ന്യൂനപക്ഷത്തിൽ നിന്ന് ഒത്തിരി ആളുകളുണ്ട്. ഷോൺ ജോർജിനെ പോലുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒത്തിരി തുഷാർ വെള്ളാപ്പള്ളി, BDJS തുഷാർ, പല കാൻഡിഡേറ്റ്സും ഉണ്ട് ഇവിടെ. അവർ ആർക്കെങ്കിലും സാധ്യതയുണ്ടോ? അതോ നോർത്ത് ഇന്ത്യയിലുള്ളവർക്കാണോ സാധ്യത എന്ന് നമുക്കറിയില്ല. എന്തായാലും വകുപ്പുകളിൽ ചില മാറ്റം വരാൻ സാധ്യതയുണ്ട്. ചെറിയ തോതിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ മന്ത്രിമാർ ആരൊക്കെ ആകും എന്നുള്ളതും വളരെ വളരെ കൗതുകത്തോടു കൂടി രാജ്യം വീക്ഷിക്കുകയാണ്. സദാനന്ദ മാസ്റ്ററുണ്ട് രാജ്യസഭയിൽ നിന്ന്. പല ആളുകളുമുണ്ട്. ഒരുപാട് പേർ കേരളത്തിൽ നിന്ന് തന്നെയുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി ആളുകൾ രാജ്യസഭയിലുമൊക്കെ വന്നിട്ടുണ്ട്. അവരാരെങ്കിലും ആകുമോ? അതോ ലോകസഭയിൽ ഇപ്പം പ്രത്യേകിച്ച് നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് വന്നിട്ട് അപ്പം നിതീഷ് കുമാറിന് ഒരു കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് അദ്ദേഹം മാറും. അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു വകുപ്പ് നഷ്ടപ്പെടുമോ? അതോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുമോ? കാര്യം പലർക്കും പല വകുപ്പുകളും കൂടുതൽ കയ്യിലുണ്ടല്ലോ, ഒന്നിലധികം വകുപ്പുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായ ഒരു മാറ്റം കേന്ദ്ര മന്ത്രിസഭയിൽ വരുന്നു. ഒരാളെ പുതുക്കിയാലും മന്ത്രിസഭ പുതിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിലെ മന്ത്രിസഭയിൽ മാറ്റം വരുന്നു. അല്ലെങ്കിൽ പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഉൾപ്പെടുത്തുമ്പോൾ ചിലരൊക്കെ ഇനി സംഘടനാ രംഗത്തേക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. ചിലർ സംഘടനാ രംഗത്തേക്ക് പോകാം, ചിലർ മന്ത്രിമാരാകാം. അതിൻ്റെ സാധ്യതയും വളരെ വലുതാണ്. അതുപോലെ പാർട്ടിക്കകത്തും വിപുലമായ സംഘടന പൊളിച്ചെഴുത്ത് നടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രിസഭ പൊളിച്ചെഴുതുന്നു, അല്ലെങ്കിൽ വീണ്ടും ആളുകളെ ഉൾക്കൊള്ളിക്കുന്നു. ചിലർക്ക് മന്ത്രിസ്ഥാനം പോകാൻ സാധ്യതയുണ്ട്, ചിലർക്ക് മന്ത്രാലയത്തിൻ്റെ വകുപ്പുകൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഇപ്പോൾ മാറ്റമുണ്ടാകാൻ പോകുന്നത്. എന്തായാലും രാജ്യത്ത് യുദ്ധത്തിൻ്റെ നമ്മുടെ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഗ്യാസിൻ്റെ ക്ഷാമമുണ്ട്. പിന്നെ അതികഠിനമായ ചൂടാണ്. രാജ്യം വലിയ ചൂടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിൽ ഇനി തിരഞ്ഞെടുപ്പുകൾ വരുന്നു. 2027 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ ഫെബ്രുവരിയിൽ തന്നെ പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 5-6 മാസം കഴിയുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പായി. ഇനി കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ആരാണ് അധികാരത്തിൽ വരുന്നറിയില്ല. അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജികൾ ബി ജെ പി വർക്കൗട്ട് ചെയ്യും. എന്തായാലും പിന്നെ 2029 ആകുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അതിനും ഇനി 3 വർഷമേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ പരാജയപ്പെട്ട വിമൻസ് ബില്ലിൻ്റെ കഥയുണ്ട്, വനിതാ ബില്ലിൻ്റെ കഥയുണ്ട്. അങ്ങനെ കുറേ അധികം. പിന്നെ ഇനിയിപ്പോൾ ഏകീകൃത യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ വനിതാ ബില്ല് പാസ്സാകാത്ത സാഹചര്യത്തിൽ ഏകീകൃത യൂണിഫോം സിവിൽ കോഡിന് UCC
പ്രാക്ടീസ് ചെയ്യുമോ എന്നൊരു ചർച്ച വരുന്നുണ്ട്. അതേസമയം ഒറ്റയ്ക്ക് BJPക്ക് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അവരിതെല്ലാം കൊണ്ടുവരും. പക്ഷേ അങ്ങനെ ഒറ്റയ്ക്കല്ലല്ലോ ഭൂരിപക്ഷം ഉള്ളത്. ഇപ്പോൾ 3-2 ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിൽ അവർ പല ഭരണഘടനാ ഭേദഗതിയും കൊണ്ടുവരും. പക്ഷേ അതിനൊന്നും ഇപ്പോൾ സാധ്യതയില്ല. എന്തായാലും കേന്ദ്രമന്ത്രിസഭ മനോഹരമായി അവർ പൊളിച്ചെഴുതുമെന്നാണ് കേൾക്കുന്നത്. അതിലേക്ക് കൂടുതൽ മന്ത്രിമാർ വരാൻ സാധ്യതയുണ്ട്. ബീഹാറിലെ നിതീഷ് കുമാർ ഒഴിച്ച് ഏതൊക്കെ സ്റ്റേറ്റിന് ആർക്കൊക്കെയാണ് കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനം കിട്ടുക എന്ന് ഇപ്പോൾ പറയാനാകില്ല. ഇനി കേരളത്തിന് തന്നെ കൂടുതൽ മന്ത്രിയെ കിട്ടാൻ സാധ്യതയുണ്ടോ? നേരത്തെ മുരളീധരൻ ഉണ്ടായിരുന്നു, അൽഫോൺസ് കണ്ണന്താനം ഉണ്ടായിരുന്നു, ഇപ്പോൾ ജോർജ് കുര്യനാണുള്ളത്. ഇനി ആർക്കെങ്കിലും ഒരാളിന് കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അത് ജോർജ് കുര്യൻ്റെ സ്ഥാനം തന്നെ. ജോർജ് കുര്യൻ ജയിക്കുകയാണെങ്കിൽ MLA ആയിട്ടായിരിക്കും തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാപ്പ് തന്നെ വരും. കൃത്യമായി അവിടെ മറ്റൊരാൾ വരുമോ? പക്ഷേ ഒരു 10-14 വോട്ടിനെങ്കിലും ഡോക്ടർ ജയരാജ് ജയിക്കുമെന്നാണ് UDF അല്ല LDFിൻ്റെ കാൽക്കുലേഷൻ. അവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ മത്സരിക്കുന്ന ഡോക്ടർ ജയരാജ് ജയിക്കുമെന്നാണ് അവരുടെ കാൽക്കുലേഷൻ. അങ്ങനെ പിന്നെ ജോർജ് കുര്യൻ തോറ്റുപോകും. എന്തായാലും പക്ഷേ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് BJP ഇടപെടുന്നത്. രാഷ്ട്രത്തിൽ കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. അതിനനുസരിച്ച് പാർട്ടിയിലും പുനഃസംഘടന ഉണ്ടായിരിക്കും.